ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മളിവിടെ ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് എങ്ങനെ ആൻസർ എത്തിക്കാം, അതാണല്ലോ ഇപ്പം നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കിയേ. വേഗത്തിൽ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വേഗം ചെയ്തിട്ട് അത് ഏത് ഓപ്ഷൻ ആണെന്ന് ആൻസർ വേണ്ട, നമുക്ക് ഓപ്ഷൻ മാത്രം. ഇതിൽ ഏത് ഓപ്ഷൻ കിട്ടുമെന്ന് വേഗം ചെയ്ത് നോക്കിയേ. എന്ത് കിട്ടുമെന്ന് നോക്കിയേ. ഒരു 40% of 280 plus 32% of 1900 is equal to 25% of question mark. 25% of ഈ നമ്പേഴ്സ്, ഇതിൽ ഏതോ ഒരു നമ്പർ 25% ആണ് കിട്ടേണ്ടത്. എന്ത് ചെയ്യുമ്പോൾ ഒരു 40% of 280 എടുക്കണം, പ്ലസ് ഒരു 32% of 1800 എടുക്കണം. സാധാരണ ഇതിൽ നമ്മൾ ചെയ്താൽ നമുക്ക് ചെയ്യാൻ അറിയാം. അതായത് ഒരു 40% 280, 2 0 ഒഴിവാക്കുന്നു, 4 into 28. 4 into 28 എന്ന് വെച്ചാൽ എത്ര കിട്ടും? 28 into 4, 28ന്റെ ഡബിൾ 56, 56ന്റെ ഡബിൾ 120 കിട്ടും. പ്ലസ് 32% ഓഫ് 1900. നമ്മൾ 2 0 വീണ്ടും ഒഴിവാക്കുന്നു. എന്തിനാണ്? പെർസെൻറ്റേജ് ഉണ്ടാവേണ്ട അടിയിൽ ഒരു 100 ഉണ്ട്. ആ 100 ഉള്ളതുകൊണ്ട് 1800ന്റെ 100, 2 0യും അടിയിലത്തെ 2 0യും വെട്ടിപ്പോകും നമ്മൾ വിചാരിക്കുന്നു. എന്നിട്ട് 32 into 18 ചെയ്യുന്നു. എങ്ങനെ 32 into 18 ചെയ്യുന്നത്? 30 plus 2 into 18 ചെയ്താൽ മതി. 18 into 30, 18 into 3 എത്ര കിട്ടും? 54 കിട്ടും. അപ്പോൾ 18 into 30 കഴിയുമ്പോൾ 540 കിട്ടും. പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം? 18 into 2 ചെയ്യണം. 18 into 2 എത്ര കിട്ടും? 36 കിട്ടും. അപ്പം 540 plus 36, 576 എന്ന് കിട്ടും. ആ നമ്പറും ഇപ്പോൾ ഇവിടെ കിട്ടിയ നമ്പർ നമ്മൾ ആഡ് ചെയ്യുക. ആ നമ്പർ എന്ന് പറയുന്നത് ഇതിൽ ഏതോ ഒരു ഓപ്ഷൻ്റെ 25% ആണ്. ഇതിൽ ഏതോ ഒരു ഓപ്ഷൻ്റെ എന്തായിരിക്കും? 1/4 ആണ്. അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ആൻസർ into 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടിയാൽ മതിയാകൂ? ഇതിൽ ഏതോ ഒരു ആൻസർ കിട്ടിയാൽ മതിയാകും. അതാണ് നമ്മൾ സാധാരണ സിംപ്ലിഫിക്കേഷനും ചെയ്യുന്നത്. പക്ഷെ നമ്മളിങ്ങനെ വലിയ ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്തായിരുന്നു? ലാസ്റ്റ് ഡിജിറ്റ് മെത്തേഡാണ്. ജസ്റ്റ് ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കി നമ്മൾ എങ്ങനെ ആൻസറിലേക്ക് എത്തിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. എങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയാൽ എത്ര കിട്ടും? ഇവിടെ നമുക്ക് തെറ്റുന്നൊരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും സാധാരണ ശ്രദ്ധിക്കുന്നത് എന്താണ്? ഈ ജസ്റ്റ് ലാസ്റ്റ് ഡിജിറ്റ് അല്ലേ നോക്കി പോകുന്നത്. ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്, 2 ഉണ്ട്, 0 ഉണ്ടെന്ന് പറഞ്ഞു പോകും. പക്ഷെ അങ്ങനെ നോക്കരുത്. കാരണം എന്തായിരുന്നു? ഇതൊരു 40% ഓഫ് 280 ആണ്. ഇവിടെ പറയുന്നില്ലെങ്കിലും ഇവിടെ എന്തുണ്ട്? ഒരു പെർസെൻറ്റേജ് ഉണ്ട്. അതായത് ഒരു ബൈ എന്തുണ്ട്? ഒരു 100 ഉണ്ട്. ആ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ്ലി ഈ നമ്പർ എന്തായിരിക്കും? ഈ 2 0യും ഈ 2 0യും പോകും. അങ്ങനെ നമ്മൾ വിചാരിക്കണം. കാരണം ഡിനോമിനേറ്ററിൽ 100 നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ആ നമ്പർ മൈൻഡ് ചെയ്താൽ മതിയാകും. കാരണം ലാസ്റ്റ് ഡീറ്റ് അല്ലേ നമുക്ക് വേണ്ടത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനിയുള്ള ലാസ്റ്റ് ഡീറ്റ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ നിങ്ങൾക്ക് തന്നത്. നോക്കാം എന്തായിരിക്കും എന്ന്. അപ്പോൾ ഇവിടെ എഫക്റ്റീവ്ലി നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒരു 4 into 28. കാരണം ഈ 2 zeros പെർസെൻറ്റേജ് 0 ആയിട്ട് കട്ട് ചെയ്ത് പോയി. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എക്സ്ട്രാ ഈ നമ്പർ എഴുതുന്നേ ഉള്ളൂ. ഇത് നിങ്ങൾ എഴുതി ശീലിക്കരുത്. പ്ലസ് 32%, 32/100 into 18, 100. അപ്പം ഡിനോമിനേറ്ററിൽ 100 ഉണ്ടായിരുന്നു, ഒരു 1800 ഉണ്ടായിരുന്നു. ആ 2 zeros പോയി. ഇസ് ഈക്വൽ ടു 25% ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്. എന്താണ് ഈ 25% എന്ന് ഉദ്ദേശിക്കുന്നത്? 25/100. അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ? സിമ്പിളായിട്ട് 1/4 into ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് എഴുതി കൂടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ഇനി നമ്മൾ ലാസ്റ്റ് ഡീറ്റ് മെത്തേഡ് നോക്കിയാൽ മതി. ഈസി ആയിട്ട് കിട്ടും. ലാസ്റ്റ് ഡീറ്റ് ആണെങ്കിൽ എന്ത് കിട്ടും? ഇവിടെ ലാസ്റ്റ് ഡീറ്റ് 4 ഉണ്ട്, ഇവിടെ ലാസ്റ്റ് ഡീറ്റ് 8 ഉണ്ട്. 4 into 8 എത്ര കിട്ടും? 32 കിട്ടും. നമുക്ക് 32 ആവശ്യമില്ല. ജസ്റ്റ് എന്ത് മതി? ഒരു ലാസ്റ്റ് ഡീറ്റ് 2 മതി. ഒരു ലാസ്റ്റ് ഡീറ്റ് 8 മൾട്ടിപ്പിൾ ബൈ ലാസ്റ്റ് ഡീറ്റ് 4. 8 into 4 എത്ര കിട്ടും? 8 into 4 32 കിട്ടും. ഉറപ്പായിട്ടും അതിൻ്റെ ലാസ്റ്റ് ഡീറ്റ് എന്തായിരിക്കും? ഒരു 2 ആയിരിക്കും. 28 into 4 ചെയ്താൽ ലാസ്റ്റ് 32 അല്ല വരേണ്ടത്. പക്ഷേ ഉറപ്പായിട്ട് ലാസ്റ്റ് ഡീറ്റ് എന്തായിരിക്കും വരേണ്ടത്? ഒരു 2 ആയിരിക്കും. ലാസ്റ്റ് ഡീറ്റ് ഉറപ്പായിട്ട് എന്തായിരിക്കും? ഒരു 2 ആയിരിക്കും. അത് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. പ്ലസ് ഒരു 32 into 18. നമുക്കറിയാം ഒരു 8 into 2 16 ആയിരിക്കും. ഉറപ്പായിട്ടും 32 into 18ൻ്റെയും ലാസ്റ്റ് ഡീറ്റ് എന്തായിരിക്കും? ഒരു 6 ആയിരിക്കും. നമുക്കിനി വേറെ ഒരു കാൽക്കുലേഷൻ ഇല്ല. ജസ്റ്റ് ഈ ഒരു കാൽക്കുലേഷൻ മാത്രം ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ മനസ്സിലായ എന്താണെന്ന്? നമ്മൾ ഇതിൻ്റെ എല്ലാം സിംഗിൾ ഡിജിറ്റ് ലാസ്റ്റ് ഡീറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയാലും അഡീഷൻ ആയാലും എല്ലാം നമ്മൾ എന്തേ ചെയ്യുന്നുള്ളൂ? ഈ ലെഫ്റ്റ് സൈഡിലെ സിംഗിൾ ഡിജിറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ നോക്കി 4 into 8 എത്ര കിട്ടി? 2 കിട്ടി ലാസ്റ്റ് ഡീറ്റ്. 2 into 6, 2 into 8 എത്ര കിട്ടി ലാസ്റ്റ് ഡീറ്റ്? 6 കിട്ടി. ഇനി നമുക്ക് ഇവിടെ എന്താണുള്ളത്? ഒരു അഡീഷൻ ആണുള്ളത്. നമ്മൾ ജസ്റ്റ് സിംഗിൾ ഡിജിറ്റ് മാത്രം അഡീഷൻ ചെയ്താൽ മതി. 6 plus 2 നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും ലാസ്റ്റ് ഡീറ്റ്. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്തുണ്ടായിരുന്നു? ഒരു 1/4 into ക്വസ്റ്റ്യൻ മാർക്ക്. ഈ ഡിവിഷൻ ഉള്ളപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം? അതും കൂടി ഓർക്കണമല്ലോ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ബൈ 4 അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കല്ലേ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ 4 എന്ത് ചെയ്താൽ മതി? ഈ ലാസ്റ്റ് ഡീറ്റിലേക്ക് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ഇവിടെ ആൾറെഡി ഒരു ലാസ്റ്റ് ഡീറ്റ് 8 ഉണ്ടായിരുന്നു. ആ ലാസ്റ്റ് ഡീറ്റ് 8 into 4. ഏതൊരു ലാസ്റ്റ് ഡീറ്റ് 8നെ ഒരു 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലും ലാസ്റ്റ് ഡീറ്റ് എന്തേ കിട്ടുള്ളൂ? ഒരു 2 കിട്ടുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ എന്തോ നമ്പർ ലാസ്റ്റ് ഡീറ്റ് 8 ആയിരുന്നു. ഏത് നമ്പർ ലാസ്റ്റ് ഡീറ്റ് 8 ആയാലും ഈ 1/4 എന്ന് പറയുന്നത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? മൾട്ടിപ്പിൾ ബൈ 4 ആവും. ലാസ്റ്റ് ഡീറ്റ് 8 into 4. 8 into 4 എത്ര കിട്ടുള്ളൂ? ഉറപ്പായിട്ട് ലാസ്റ്റ് ഡീറ്റ് 2 കിട്ടുള്ളൂ. എങ്കിൽ നമ്മൾ ഈ ഒരു 2നെ മാത്രം അന്വേഷിച്ച് പോയാൽ മതി. ആൻസർ ഓപ്ഷനിൽ എവിടെയാണ് 2 ഉള്ളതെന്ന്. ആൻസർ ഓപ്ഷനിൽ എവിടെയാണ് 2 ഉള്ളത്? ഓപ്ഷൻ നമ്പർ ഇ.
5 ആൻസർ ഉള്ളത്. എത്ര കിട്ടും? 2752 ആയിരിക്കും ഉറപ്പായിട്ട് എൻ്റെ ആൻസർ. നമ്മൾ ഈ 2752 അല്ല അന്വേഷിച്ച് പോകുന്നത്, നമ്മൾ ജസ്റ്റ് എന്താണ് അന്വേഷിച്ച് പോകുന്നത്? ഈ ഒരു 2 മാത്രമാണ് അന്വേഷിച്ച് പോകുന്നത്, ലാസ്റ്റ് ഡിജിറ്റ് 2. അതെവിടെയാണുള്ളത്? ഉറപ്പായിട്ടും അത് തന്നെയായിരിക്കും ആൻസർ. കാരണം ഇത് ശരിയായെങ്കിലേ ബാക്കിയുള്ള ലെഫ്റ്റ് സൈഡൊക്കെ ശരിയാവുള്ളൂ. അപ്പോൾ ഇത് ശരിയായാലും ഉറപ്പായിട്ടും ബാക്കിയുള്ളതും ശരിയാകണം എന്നാണ് നമ്മുടെ ആ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഇത് ശരിയാണെങ്കിൽ ഉറപ്പായിട്ട് അടുത്തത് ശരിയാകും. ഇനി ഞാൻ നിങ്ങൾക്ക് വേറെ ട്രിക്ക് കൂടി പറഞ്ഞുതരാം. ഇതിനകത്ത് ഈ ക്വസ്റ്റിനകത്ത് ഇല്ല. എപ്പോഴെങ്കിലും സപ്പോസ് ഒരു 2 ഡിജിറ്റിനകത്ത് എന്ത് വന്നു? ലാസ്റ്റ് ഡിജിറ്റ് 2 വന്നിരിക്കട്ടെ. ഇങ്ങനെയുള്ള ക്വസ്റ്റിന് നമുക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് ഡിജിറ്റ് മെത്തേഡ് ചെയ്യാം. ലാസ്റ്റ് ഡിജിറ്റ് മെത്തേഡിൽ തന്നെ ചെയ്യാം. പക്ഷെ അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ ഈ ലാസ്റ്റ് സിംഗിൾ ഡിജിറ്റ് എടുക്കുന്നതിന് ലാസ്റ്റ് എന്ത് എടുക്കണം? ഒരു 2 ഡിജിറ്റ് എടുക്കണം. അതായത് നമ്മളിവിടെ ലാസ്റ്റ് 1 ഡിജിറ്റിലേ എടുത്തുള്ളൂ. അതിന് വരെ ലാസ്റ്റ് 2 ഡിജിറ്റ് എടുത്തിട്ട് ലാസ്റ്റ് 2 ഡിജിറ്റ് കിട്ടുന്ന രീതിയിൽ ആൻസർ ആക്കുക. എങ്കിൽ ഉറപ്പായിട്ട് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ആൻസർ ആയിരിക്കും വരേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഞാൻ പിന്നീട് ചെയ്തു തരാം. എളുപ്പമാണ്. കാരണം എന്താ അത് എളുപ്പമാണെന്ന് പറയാൻ കാരണം നമ്മൾ ഈ വലിയ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യുന്നില്ല. മൊത്തം ഒരു 5 ഡിജിറ്റ് 4 ഡിജിറ്റ് ചെയ്യുന്നതിന് വരെ നമ്മൾ എത്ര ഡിജിറ്റ് ചെയ്യുന്നുള്ളൂ? 2 ഡിജിറ്റേ ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് 2 സെയിം നമ്പർ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് 2 ഡിജിറ്റ് എങ്ങനെ വെച്ച് ചെയ്യുന്ന ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കാം. നിങ്ങൾ സാധാരണ ഒരു സിംഗിൾ ഡിജിറ്റ് ചെയ്യുന്ന അത്ര എളുപ്പമല്ല ഒരു ലാസ്റ്റ് 2 ഡിജിറ്റ് ചെയ്യുന്നത്. കാരണം എല്ലാ നമ്പറിൻ്റെയും ഒരു 2 ഡിജിറ്റ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണം. 2 ഡിജിറ്റ് ചെയ്യുമ്പോൾ മിക്ക ആൾക്കാർക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, മാത്സ് കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചേക്കുക. ഇതല്ലാതെ വേറെ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഞാൻ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഓരോരോ രീതിയിലുള്ള ട്രിക്കുകൾ പറയും. ഇങ്ങനെ ഒരു ട്രിക്ക് ഉണ്ടെന്നുള്ള കാര്യം പറയുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ 1-2 വീഡിയോസിൽ ഇത് പറഞ്ഞു തരാം. തൽക്കാലം ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് എന്ത് വരും? ഒരു 4×28 വരും. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? 4×28. 28 4 എത്ര കിട്ടും? 112 കിട്ടും. അതായത് 28 4, 28 2 28 2 എത്രയാ? 56 കിട്ടും. 56 2 എത്രയാ? 112 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 112 കിട്ടി. പക്ഷേ നമുക്ക് എത്ര ഡിജിറ്റ് മതി? 2 ഡിജിറ്റ് മതി. അപ്പോൾ 112 വേണ്ട, നമുക്ക് എന്ത് മതി? ലാസ്റ്റ് ഒരു 12 മാത്രം മതി. പ്ലസ് അടുത്തത് 32 × 18. 32 × 18 എങ്ങനെ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞിരുന്നു 32 × 18 എങ്ങനെ ചെയ്യുന്നതെന്ന്. എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചെയ്ത് കാണിച്ചു തരാം. 32 × 18 നമ്മൾ മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ പറഞ്ഞിരുന്നു ഏതെങ്കിലും 2 ഡിജിറ്റ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എളുപ്പ വഴി. 32 × 18 അങ്ങനെ വേഗം ചെയ്യാം. ഒരു 30 + 2 × 18 ഈസി ആയിട്ട് ചെയ്യാം. അങ്ങനെയായിരുന്നു. 18 × 3 ചെയ്യുക, അല്ലെങ്കിൽ 18 × 30 ചെയ്യുക, പ്ലസ് 18 × 2 ചെയ്യുക. 18 × 3 എത്ര കിട്ടും? 54 കിട്ടും. അപ്പോൾ 18 × 30 എത്ര കിട്ടും? 540 കിട്ടും. പ്ലസ് 18 × 2 എത്ര കിട്ടും? 36 കിട്ടും. 540 + 36 576. അപ്പോൾ നമുക്ക് ആൻസർ ആയി. ഇവിടെ എത്ര കിട്ടും? 32 × 18 576 കിട്ടി. ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു 4 × 36 അങ്ങനെ ചെയ്താലും മതി. ആൻസർ എത്ര കിട്ടും? ലാസ്റ്റ് 2 ഡിജിറ്റ് മതി. 76 മാത്രം നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. കാരണം നമുക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം മതി. ഇവിടെ 576 ആൻസർ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനി ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 76 മാത്രം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആൾറെഡി 12 ഉണ്ടായിരുന്നു. 12 പ്ലസ് എന്തുണ്ട്? ഒരു 76 ഉണ്ട്. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ആടി നമുക്ക് എത്ര കിട്ടും? 6 + 2 8 കിട്ടും. 7 + 1 8 കിട്ടും. നമുക്ക് 88 നീട്ടി ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡ് എന്തായിരുന്നു? 25% ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്. അതായത് 25% 25/100 എത്ര കിട്ടും? 1/4 × ക്വസ്റ്റ്യൻ മാർക്ക് ഇസ് ഈക്വൽ ടു 88. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 88 × 4 ചെയ്താൽ മതി ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിക്കാൻ. അവിടുത്തെ ലാസ്റ്റ് 2 ഡിജിറ്റ് കിട്ടിയത്. ഇത് 88 അല്ല ആക്ച്വൽ ആൻസർ. ഇത് ഏതോ ഡിജിറ്റിന് ലാസ്റ്റ് 2 ഡിജിറ്റാണ് നമ്മൾ എടുക്കുന്നത്. ശ്രദ്ധിക്കുക, ലാസ്റ്റ് 2 ഡിജിറ്റ്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്തോ നമ്പേഴ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് എപ്പോഴും ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. എങ്കിൽ 88 × 4 എത്ര കിട്ടും നോക്കാം. 8 × 4 32, റിമൈൻഡർ 3. വീണ്ടും 8 × 4 32 പ്ലസ് റിമൈൻഡർ 3 35. 352 എന്ന് കിട്ടും. ഇവിടെയും നമ്മൾ ലാസ്റ്റ് 3 നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ് മതി. 52. ഉറപ്പായിട്ടും നമ്മുടെ ആൻസറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് നമുക്ക് എന്ത് കിട്ടിയാൽ മതിയാകൂ? 52 കിട്ടിയാൽ മതിയാകും. എങ്ങനെയായിരുന്നു? 88 × 4. 88 × 4 എന്ത്? 8 × 4 32 കിട്ടും. 3 റിമൈൻഡർ. വീണ്ടും 8 × 4 32 കിട്ടും. റിമൈൻഡർ 3 ആഡ് ചെയ്യുമ്പോൾ 32 + 3 35 കിട്ടും. നമ്മൾ 35 എഴുതരുത്. 352 എന്നാൽ ആൻസർ കിട്ടേണ്ടത്. നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രമേ മൈൻഡ് ചെയ്യുന്നുള്ളൂ. ഉറപ്പായിട്ട് നമുക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രമേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മൾ 2 ഡിജിറ്റ് മാത്രം നോക്കുന്നു. 52 ലാസ്റ്റ് ഡിജിറ്റ് കിട്ടണം. നമ്മൾ ആൻസർ ഓപ്ഷനിലേക്ക് നോക്കുന്നു. ലാസ്റ്റ് ഡിജിറ്റ് എവിടെയാണ് 52 ഉള്ളത്? ഇവിടെ ലാസ്റ്റ് 2 ഉണ്ടായിരുന്നു, പക്ഷേ ഇത് 82 ആയിരുന്നു. എങ്കിൽ 52 എവിടെയാണോ അതാണ് നമ്മുടെ ആൻസർ. ഉറപ്പായിട്ട് നമ്മുടെ ആൻസർ കിട്ടും. ഇതാണ് നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ, ലാസ്റ്റ് ഡിജിറ്റ് സിംഗിൾ ഡിജിറ്റ് മാത്രം റിപ്പീറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണെങ്കിൽ 1 2 3 ആൻസർ ഓപ്ഷൻ സെയിം ആണെങ്കിലും അതിൻ്റെ 10th പ്ലേസ് ഡിഫറൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ഓപ്ഷൻ 2 ഡിജിറ്റ് മെത്തേഡ് ചെയ്യാൻ പറ്റും. അതായത് ലാസ്റ്റ് 2 ഡിജിറ്റ് എടുത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറച്ച് മെത്തേഡ് കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷേ ഇത് ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും നിങ്ങൾ ഒരിക്കലും ഈ സിംപ്ലിഫിക്കേഷൻ, അവർ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ തരുന്നത്, ഇതൊക്കെ എളുപ്പമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇതൊന്നും നമ്മൾ ചെയ്യരുത്. സിംപ്ലിഫൈ ചെയ്യരുത്. ഒരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനല്ല തരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
എന്നുവെച്ചാൽ നമ്മളത് മനസ്സിലാക്കി വേണം ചെയ്യാൻ. സിംപ്ലിഫൈ ചെയ്യാതെ എങ്ങനെ ആൻസർ എത്തിക്കാം, അതിൻ്റെ ആൻസർ ഓപ്ഷൻ കുത്താം. നമുക്ക് ആരെടുത്തും നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറയുന്നില്ല. അവരിതിനകത്തെല്ലാം ഓരോ ഓപ്ഷനുണ്ട്, ആ ഓപ്ഷൻ കുത്തിയാൽ മാത്രം മതി. നമ്മളും ആ ഒരു ഓപ്ഷൻ കുത്താൻ വേണ്ടി മാത്രം ശീലിക്കുക, ആ ഒരു ഓപ്ഷൻ മാത്രം കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഓപ്ഷൻ മാത്രം തേടി പോവുക. ഒരിക്കലും നമ്മൾ ഈ ഒരു 2752 ആൻസർ തേടി പോകരുത്. നമ്മൾ ഈ ഓപ്ഷൻ ഏത് ഓപ്ഷനാണ് ഇതിനകത്ത് വരേണ്ടത്, ഓപ്ഷൻ 2 ആണോ അല്ലെങ്കിൽ 5 ആണോ, അങ്ങനെയൊക്കെ നോക്കി മാത്രം ക്വസ്റ്റ്യൻ ചെയ്യുക. അതിലാണ് നമ്മുടെ വിജയം. അപ്പോൾ അങ്ങനെ മാക്സിമം ടൈം കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കി വേഗത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മെത്തേഡുകൾ നമ്മൾ പഠിക്കുക. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ഞാൻ അടുത്ത ദിവസമായിട്ട് വരാം. തൽക്കാലം ഇന്ന് ഇത്രയും മതി. വൈൻഡപ്പ് ചെയ്യുന്നു. ശരി.